നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഭരണത്തിലുണ്ടായിരുന്ന ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിയിലൂടെ അവിടുത്തെ ചില പ്രക്ഷോഭകാരികൾ പുറത്താക്കിയതിന് ശേഷമാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം രൂക്ഷമായത്. ഷെയ്ഖ് ഹസീന രാഷ്ട്രീയ അഭയം തേടിയത് ഇന്ത്യയിലാണ്. ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ വലിയ രീതിയിൽ യുവജന പ്രക്ഷോഭം തുടങ്ങുകയും ആ പ്രക്ഷോഭത്തിന് സൈന്യത്തിൻ്റെ പിന്തുണ ലഭിക്കുകയും പിന്നീട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഷെയ്ഖ് ഹസീന സർക്കാർ രാജിവെക്കുകയും ഷെയ്ഖ് ഹസീന എന്ന ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി നേരെ ഇന്ത്യയിലേക്ക് കടക്കുകയുമാണ് ചെയ്തത്. ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുത്തതിൻ്റെ പേരിൽ ബംഗ്ലാദേശിന് ഇന്ത്യയോട് പക തോന്നി. ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച് അവിടെ ഒരു ഇടക്കാല സർക്കാരിന് രൂപം കൊടുത്തു. ആ ഇടക്കാല സർക്കാരിനെ നിയന്ത്രിച്ചിരുന്നത് ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് വരെയുള്ള ബംഗ്ലാദേശിൻ്റെ വിദേശ നയങ്ങൾക്ക് പിന്നീട് മാറ്റം വരുന്നത് നമ്മൾ കണ്ടു. ഷെയ്ഖ് ഹസീനയെ എത്രയും വേഗം വിചാരണ ചെയ്യാൻ വിട്ടുകൊടുക്കണമെന്നാണ് പിന്നീട് ഇടക്കാല സർക്കാർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടത്. ഇന്ത്യ അത് മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള, അതായത് ബംഗ്ലാദേശിലുള്ള മതന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമൊക്കെ നേരെ വലിയ ആക്രമണം നടന്നു. പ്രധാനമായിട്ടും ഹിന്ദുക്കളെയാണ് ജമാഅത്തെ ഇസ്ലാമി ടാർഗറ്റ് ചെയ്തത്. അതായത് ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾ തകർത്തു, അവരുടെ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളുമെല്ലാം തീവച്ചു. മാത്രമല്ല നിരവധി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തു, ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗത്തിന് ഇരയാക്കി. ഞെട്ടിക്കുന്ന ക്രൂരമായ കലാപമാണ് ബംഗ്ലാദേശിൽ പിന്നീട് നമ്മൾ കണ്ടത്. അതോടുകൂടി ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധം കൂടുതൽ വഷളായി. ഇന്ത്യ ബംഗ്ലാദേശിന് മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യം പോലും ഉണ്ടായി. ആ സമയത്ത് വർഷങ്ങളായി ഇന്ത്യയുമായി നിലവിലുണ്ടായിരുന്ന ബന്ധം ഉപേക്ഷിച്ച് ബംഗ്ലാദേശ് പാകിസ്ഥാനോടൊപ്പം ചായാൻ തുടങ്ങി. പാകിസ്ഥാനുമായി ദശാബ്ദങ്ങളോളം കടുത്ത ശത്രുതയിലുണ്ടായിരുന്ന രാജ്യം പാകിസ്ഥാനുമായി അടുക്കുകയും പാകിസ്ഥാനുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെ മുതിർന്ന പട്ടാള ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കന്മാരുമെല്ലാം ബംഗ്ലാദേശിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. തിരികെ ബംഗ്ലാദേശിൽ നിന്നും അങ്ങോട്ടും സന്ദർശനമുണ്ടായി. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള വിമാന സർവീസ് പുനരാരംഭിച്ചു. ഇങ്ങനെ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതും ഇന്ത്യയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ വലിയ അകൽച്ചയുണ്ടാകുന്നതും നമ്മൾ കണ്ടു. ഇന്ത്യയുടെ രാജ്യസുരക്ഷയ്ക്ക് പോലും ഭീഷണിയാകുന്ന തരത്തിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ബന്ധം വളർന്നു. അതായത് പാകിസ്ഥാൻ ഭീകര സംഘടനകൾക്ക് ബംഗ്ലാദേശിൽ പ്രവർത്തിക്കാൻ അനുമതി അവർ കൊടുത്തു. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകൾ താവളമുറപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഭാഗ്യവശാൽ ജമാഅത്തെ ഇസ്ലാമി പരാജയപ്പെടുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ആ മുന്നണിയെ പരാജയപ്പെടുത്തി അന്നത്തെ പ്രതിപക്ഷമായിരുന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്ക് ജനം ഭരണാധികാരം കൊടുത്തു. ഈ 300 അംഗ പാർലമെൻറ്റിൽ ഏതാണ്ട് 200ഓളം സീറ്റുകളിൽ വിജയിച്ചാണ് ഈ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ബംഗ്ലാദേശിൽ അധികാരത്തിൽ വന്നത്. മാത്രമല്ല താരിഖ് റഹ്മാൻ എന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ നേതാവ് പ്രധാനമന്ത്രിയായി മാറുകയും ചെയ്തു. ഇതോടുകൂടി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുമെന്നാണ് കരുതിയത്. ഇന്ത്യയുമായി നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുമെന്നും ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന് തന്നെയാണ് ഇപ്പോഴും ബംഗ്ലാദേശിൻ്റെ നിലപാടെന്നും, പക്ഷേ അതിനുവേണ്ടി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നല്ല ബന്ധത്തെ ഇല്ലാതാക്കാൻ തയ്യാറല്ല എന്നുമൊക്കെയാണ് താരിഖ് അൻവർ പറഞ്ഞിരുന്നത്. മാത്രമല്ല രാജ്യത്തെ ഹിന്ദുക്കൾക്കെതിരെ കലാപമുണ്ടാക്കുന്നവരെ വെറുതെ വിടില്ലെന്നും താരിഖ് റഹ്മാൻ പ്രഖ്യാപിച്ചു. അതോടുകൂടി നയതന്ത്ര ബന്ധം സാധാരണഗതിയിലേക്ക് പോകുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ പഴയ രീതിയിലേക്ക് തന്നെയാണ് ബംഗ്ലാദേശ് പോകുന്നത് എന്നതിൻ്റെ സൂചനയാണ് പുറത്തു വരുന്നത്. വർഷങ്ങളായി ബംഗ്ലാദേശിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ മസൂറിയിലുള്ള സിവിൽ സർവീസ് അക്കാഡമിയിലേക്കാണ് ബംഗ്ലാദേശ് സിവിൽ സർവൻസുകൾ പരിശീലനത്തിനായി എത്തുന്നത്. ഇതിനുവേണ്ടി പ്രത്യേക കരാർ രണ്ട് രാജ്യങ്ങളും തമ്മിലുണ്ട്. എന്നാൽ 2024 ശേഷം ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് പരിശീലനത്തിന് വന്നില്ല. 2030 വരെ പരിശീലനത്തിന് ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറുണ്ടെങ്കിലും ആരും പരിശീലനത്തിനെത്തിയില്ല. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ സംഘം ചരിത്രത്തിൽ പോലും ഇല്ലാത്ത രീതിയിൽ പാകിസ്ഥാനിലേക്ക് പരിശീലനത്തിന് പോകുന്നത് നമ്മൾ കണ്ടു. അതായത് ഈ കഴിഞ്ഞ മെയ് മാസം 14-ാം തീയതി മുതൽ 20-ാം തീയതി വരെ ബംഗ്ലാദേശിലെ മുതിർന്ന 12 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ പാകിസ്ഥാനിലേക്ക് പരിശീലനത്തിന് പോയി. ഒരു അഡീഷണൽ സെക്രട്ടറിയും 11 ജോയിൻറ്റ് സെക്രട്ടറിമാരുമാണ് പാകിസ്ഥാനിലേക്ക് പരിശീലനത്തിന് പോയത്.
പാകിസ്ഥാനിലെ ലാഹോർ സിവിൽ സർവീസ് അക്കാഡമിയിലായിരുന്നു പരിശീലനം. ഈ പരിശീലനത്തിൻ്റെ മുഴുവൻ ചെലവുകളും വഹിച്ചത് പാകിസ്ഥാനാണ്. അതായത് ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ പുതിയ സൗഹൃദം രൂപപ്പെടുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടക്കാല സർക്കാർ ഉണ്ടായിരുന്ന സമയത്തുള്ളതുപോലെ തന്നെ ഇപ്പോൾ താരിഖ് റഹ്മാൻ്റെ ഭരണകാലത്തും പാകിസ്ഥാനുമായി ബന്ധം സൂക്ഷിക്കാൻ ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാ കാര്യങ്ങളിലും ഇന്ത്യയെ ആശ്രയിക്കുന്നത് ശരിയല്ലെന്നും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളുമായും സഹകരിക്കുമെന്നും അതാണ് ഞങ്ങളുടെ പുതിയ വിദേശ നയമെന്നുമാണ് ബംഗ്ലാദേശ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല, പാകിസ്ഥാനിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ബംഗ്ലാദേശ് സന്ദർശിക്കുന്നത് തുടരുകയാണ്. തിരികെ ബംഗ്ലാദേശിൽ നിന്നും സൈനിക ഉദ്യോഗസ്ഥർ പാകിസ്ഥാൻ സന്ദർശിക്കുന്നുണ്ട്. അതുമാത്രമല്ല, പാകിസ്ഥാനുമായി പ്രതിരോധ സഹകരണത്തിലേർപ്പെടാനും ബംഗ്ലാദേശ് തീരുമാനിച്ചിട്ടുണ്ട്. പാകിസ്ഥാനും ചൈനയും ചേർന്ന് സംയുക്തമായി നിർമ്മിക്കുന്ന JF-17 യുദ്ധവിമാനങ്ങളിൽ ബംഗ്ലാദേശിന് കണ്ണുണ്ട്. ആ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ബംഗ്ലാദേശ് ശ്രമിക്കുന്നു എന്ന സൂചനകളുമുണ്ട്. ഇപ്പുറത്ത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാകുന്ന സാഹചര്യമാണുള്ളത്. അതായത് രാജ്യത്ത് അനധികൃതമായി ഇന്ത്യയിലേക്ക് അനധികൃതമായി കടന്നുകയറിയിട്ടുള്ള ബംഗ്ലാദേശികളെ പുറത്താക്കണമെന്ന ഇന്ത്യയിലെ വിവിധ സർക്കാരുകൾ തീരുമാനിക്കുന്നു. കേന്ദ്ര സർക്കാരും അസം സർക്കാരും ത്രിപുര സർക്കാരും ഇപ്പോഴിതാ പശ്ചിമ ബംഗാൾ സർക്കാരും അതിനനുകൂലമായ തീരുമാനമെടുത്തിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ബംഗ്ലാദേശികളെ അതിർത്തി കടത്തിവിട്ട് ഇന്ത്യ പുറന്തള്ളുമെന്നാണ് സൂചന. ഇതിനോട് ഒരു കാരണവശാലും ബംഗ്ലാദേശ് യോജിക്കുന്നില്ല. ഇങ്ങനെ അഭയാർത്ഥികളെ രാജ്യത്തിന് പുറത്തേക്ക് തള്ളരുത് എന്നാണ് ബംഗ്ലാദേശ് പറയുന്നത്. പക്ഷേ രാജ്യത്തിനകത്ത് നിയമവിരുദ്ധമായി കടന്നുകൂടിയാൽ രാജ്യത്തെ നിയമമനുസരിച്ച്, അന്താരാഷ്ട്ര നിയമമനുസരിച്ച് അവരെ നാട് കടത്തുക തന്നെ ചെയ്യുമെന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. പക്ഷേ അസം സർക്കാരും അതുപോലെ തന്നെ ത്രിപുര സർക്കാരും പശ്ചിമ ബംഗാൾ സർക്കാരും മൂന്നിടത്തും BJP അധികാരത്തിൽ വന്നതോടുകൂടി അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്ന ബംഗ്ലാദേശികൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നുറപ്പാണ്. ഇത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള സംഘർഷം വരും ദിവസങ്ങളിൽ രൂക്ഷമാക്കും. മാത്രമല്ല, ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി ഇന്ത്യ ഇപ്പോൾ വേലി കെട്ടി തിരിച്ച് സുരക്ഷിതമാക്കാൻ ശ്രമിക്കുകയാണ്. വേലി കെട്ടാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ട് ബംഗ്ലാദേശിൻ്റെ അതിർത്തി രക്ഷാസേന. ബംഗ്ലാദേശിൻ്റെ ഗ്രാമീണരും ഇത്തരത്തിൽ തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. എന്നാൽ BSF ഇവരെയെല്ലാം തുരത്തി ഓടിക്കുകയും വേലി കെട്ടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് ബംഗ്ലാദേശ് അവരുടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പതിവിന് വിരുദ്ധമായി പാകിസ്ഥാനിലേക്ക് അയച്ച് പരിശീലനം നേടിക്കുന്നത്.